നല്ലൊരു വെയിലും വെളിച്ചമൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ പ്രഭാതം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് ഒരു കുഞ്ഞു വീഡിയോ, ഒരുപാട് നിങ്ങൾ കണ്ടു മടുക്കാനൊന്നുമില്ല, ഒരു ചെറിയ വിശേഷം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലാവർക്കും തീറ്റെല്ലാം കൊടുത്ത് നമുക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലൊക്കെ കയറി. അപ്പോൾ ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഇന്ന് മഴയൊന്നുമില്ല, ഇന്നലെ അങ്ങ് ഭയങ്കര മഴയായിരുന്നില്ല, ഇന്ന് മഴയൊന്നുമില്ല, നല്ലൊരു വെയിലിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പം അങ്ങനെ വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വൈകിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാണല്ലോ, അതായത് സൺഡേ ആണല്ലോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പം കുട്ടികൾക്ക് സ്കൂൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണല്ലോ അല്ലേ. അപ്പം ഞാനും ഇന്ന് കുറേ സമയം അവിടെ അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വരാതെ അങ്ങനെ കുറേ സമയം നിന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ കിച്ചണിൽ വന്ന് നൂലപ്പൊക്കെ ചൂടാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നൂലപ്പം തന്നെ ഉണ്ടാക്കും കേട്ടോ. എളുപ്പമുള്ളൊരു കടിയാണ്. അപ്പം അങ്ങനെ നൂലപ്പം ഒരു ട്രിപ്പ് വന്നു, രണ്ടാമത്തെ ട്രിപ്പ് കൊണ്ട് ഇതുപോലെ പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു അച്ചിൽ നൂലപ്പം ഉണ്ടാക്കാം, സിമ്പിളാണ് കേട്ടോ. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് വേവിക്കലും കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ ഇഡലി തട്ടിൽ. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ നൂലപ്പം ഉണ്ടാക്കിയെടുക്കൽ കേട്ടോ. ഒറ്റ ട്രിപ്പ് കൂടെ വെച്ച് കഴിഞ്ഞാൽ മതി, 2 ട്രിപ്പ് വെച്ചാൽ മതി കേട്ടോ, നമുക്ക് ഇഷ്ടം പോലെ കടി ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് നമ്മുടെ നൂലപ്പത്തിൻ്റെ പരിപാടി രാവിലെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ വന്നപ്പോൾ തന്നെ ഞാൻ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ ഇന്നലെ ഒരുപാട് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് വിരിച്ചിട്ടതായിരുന്നു. ജസ്റ്റ് നമ്മുടെ മെഷീനിലൊന്ന് ഉണക്കിയിട്ട് ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് വിരിച്ചിട്ടത്, എന്നാലും നല്ലോണം ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വെയിലുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രാവിലെ തന്നെ ഞാൻ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ തിണ്ട് വേദന അതേപോലെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലുള്ളല്ലോ വേറൊരു പണി എന്തെങ്കിലും നമുക്ക് എടുക്കാനൊരു മൂടുണ്ടാവുള്ളൂ. ഇതെല്ലാം ഇവിടെ വാരി വലിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഉഷാറുണ്ടാവില്ലല്ലോ. ഇവിടേക്ക് നോക്കുമ്പോഴത്തേനും മനസ്സിന് എന്തോ ഒരു വല്ലാത്തൊരു ഇതാണല്ലേ. അപ്പം ചായയൊക്കെ കൂടി കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പണിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കണേ. ഒരുപാട് ഡ്രസ്സ് ഉണക്കാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. പിന്നെ കുറച്ച് അലക്കാനുണ്ട്. അലക്കിയിട്ട് പുറത്തിടാനൊന്നും പറ്റില്ല കേട്ടോ. ഈ മഴ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പുറത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കാം മഴയൊക്കെ പെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എടുക്കാനോടി നേരം ഉണ്ടാവില്ല. അതിൻ്റെ മുമ്പായിട്ട് തന്നെ ഒന്നും ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നത്തേത് പുറത്തിടുന്നില്ല, ഇന്നലെ ഒക്കെ മെഷീനിലൊക്കെ ഉണക്കി വെച്ചതല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാത്രിയിൽ ഫാനൊക്കെ ഇട്ടിട്ട്. ഇന്നിപ്പോൾ മഴയാണോ വെയിലാണോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം ഉണങ്ങി കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഞാൻ വെയിലത്ത് ഇട്ടു കേട്ടോ. അപ്പോൾ വെയിലത്തിടാമെന്ന് വിചാരിച്ച് ഈ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് വെയിലത്തൊന്ന് ഉണങ്ങാനിടണം. കുറച്ച് അലക്കാനുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്ന് രാവിലത്തെ ഒരു പരിപാടി, രാവിലെ തന്നെ കേട്ടോ. അപ്പോൾ അവിടേക്ക് ഒന്ന് തുടച്ച് നല്ല ഉഷാറാക്കിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇന്ന് അടുപ്പ് കത്തിക്കാൻ പോയിട്ടില്ല, ചോറിനുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേഗത്തിൽ പോയിട്ട് പയറൊന്ന് പൊട്ടിച്ച് വെച്ച് പോട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഇന്നിവിടെ കട്ടിംഗ് ബോർഡോ കത്തിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുക. അപ്പോൾ ഇന്നലെ വെച്ചിട്ടുള്ള പയറിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ ഇത്. ഇന്നലെ കൈപ്പക്കയും പയറും ഉപ്പേരിച്ചു, ഇന്ന് വെറും പയറാണ് കേട്ടോ. ഇന്നലെ കൈപ്പക്കയും പയറ് വെച്ചതിൻ്റെ കാരണത്താൽ എല്ലാവരും പയറ് കഷ്ണങ്ങൾ മാത്രം പൊറുക്കി കഴിക്കുക. കൈപ്പക്ക ഫുള്ളായിട്ട് അവിടെ ബാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനുള്ളൂ കേട്ടോ കൈപ്പക്ക കഴിക്കാനുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കൈപ്പക്ക ഇടുന്നില്ല, കൈപ്പക്ക തീർന്നിട്ടുമുണ്ട്. അപ്പോൾ പയറ് മാത്രം ഉപ്പേരി വെക്കാം, ചിക്കൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുക എന്നിട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ചിക്കനക്കുള്ള മസാല എല്ലാം ഇവിടെ ശരിക്കും വാട്ടി ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ചിക്കനൊക്കെ കിട്ടി. കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും 1 കിലോ ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് മൊത്തത്തിൽ. ഇവിടെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലില്ലാത്ത കഷ്ണങ്ങൾ, നല്ല കഷ്ണങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും, ചിലരുടെ വീട്ടിലൊക്കെ എല്ലുള്ള കഷ്ണങ്ങളിലേക്ക് കഴിക്കണം എല്ലാം ഇഷ്ടം. ഇവിടെയൊക്കെ എല്ലില്ലാത്ത ആ വെറും തൊണ്ടൻ കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുപോലത്തെ കഷ്ണങ്ങളാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. മൊത്തം എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ. ഒരു കഷ്ണം ഞാൻ തോന്നുന്നുണ്ട് എല്ലില്ല, ബാക്കി മൊത്തത്തിൽ എല്ലില്ല. ഇവിടെ ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ചിലർക്ക് ഇതുപോലത്തെ കഷ്ണങ്ങൾ കഴിക്കാൻ അത്ര ഇഷ്ടമല്ല അല്ലേ. ഇവിടെ എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അങ്ങനെ ചിക്കനൊക്കെ കിട്ടി. ഞാനിവിടെ വേവിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ലാസ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തക്കാളിയുടെ പീസൊന്ന് കഴിച്ചതാണ്. അങ്ങനെ ചിക്കൻ കൊടുന്നപ്പോഴാണ് കേട്ടോ തക്കാളി കൊടുന്നത്. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് പൊടികളെല്ലാം ഇട്ട് വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി കൊടുന്നപ്പോൾ തക്കാളി ഇട്ട് വാട്ടിക്കൊണ്ട് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ.
ചിക്കൻ ഇട്ട് വേവിക്കാൻ എനിക്ക് കുളിക്കാനുണ്ട് കേട്ടോ, ഡ്രസ്സെല്ലാം ഉണക്കാട്ട്. അതിൻ്റെ ശേഷം ഞാനിതാ ഫുഡ് ആയിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സാദാ ചോറ്, ചിക്കൻ കറി, പയറുപ്പേരി, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.